നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Page of Wands, Ten of Swords, Hermit, Fool കാർഡ് വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. വാൾഡ് കാർഡ് വന്നിട്ടുണ്ട്. Two Cups. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ എനർജി വളരെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. വളരെ ആവേശത്തോടെ, വളരെ ഉത്സാഹത്തോടെയും കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് ആവാം. കുറേ ജോലിഭാരമൊക്കെ ചെയ്തെന്ന് ഒരു മടുപ്പ് തോന്നുന്ന ചില ആളുകൾക്ക് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അതായത് പ്രകൃതിയുമായി അടുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ അതുപോലൊരു സ്ഥലത്തേക്ക് കുറേ നാളുകളായിട്ട് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ജോലി തിരക്കുകൾ കാരണം മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടാവാം. അതൊക്കെ മറന്നിട്ട് ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക്, കുറേ വൃക്ഷങ്ങളും പച്ചപ്പും ഒക്കെയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങളിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഹെർമിറ്റിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഹെർമിറ്റ് എനർജി കാണുന്നതുകൊണ്ട് ഇതൊരു സന്യാസിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് പോകുവാൻ നിങ്ങൾ ചില ആൾക്ക് തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അധികം ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വൃക്ഷങ്ങളുടെ അടിയിലൊക്കെ പോയി കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സോളുമായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സോളുമായിട്ട് കോൺവെർസേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് റിയലൈസേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറച്ച് നാളുകളായി പല കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് അവസാനിക്കുകയാണ്. കുറേ ആളുകൾ ചേർന്ന് ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ഒക്കെയായ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഇന്ന് അതെല്ലാം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാൽ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരെ തീർച്ചയായിട്ടും സംരക്ഷിക്കണം. പക്ഷെ അത് നിങ്ങളെ മറന്നുകൊണ്ടാവരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങളോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഒരാവശ്യവുമില്ല. അവരെ സന്തോഷിപ്പിക്കുന്ന ഒപ്പം തന്നെ അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾക്കും കൊടുക്കണം എന്നാണ് പറയുന്നത്. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. എല്ലാ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസും എൻഡ് ആവുന്നുണ്ട്. പുതിയൊരു തുടക്കം കിട്ടുന്നുണ്ട്. നമ്മൾ ഇതുവരെ അനുഭവിച്ച കുറേ പ്രയാസങ്ങളുടെ ഒക്കെ ഇരട്ടിയായിട്ടുള്ള ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് ഗൈഡൻസ് തരുന്നത്. അതായത് ഒരു യാത്ര തുടങ്ങിയാണ്. ചില ആൾക്കാർ ഇത് സീറോയിൽ നിന്നുള്ള ഒരു തുടക്കമായിരിക്കാം.
ചിലർക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ പഠിക്കുവാനോ നിങ്ങളുടെ കർമ്മമണ്ഡലം പുതിയൊരു കാര്യത്തിലേക്ക് പുതിയൊരു മേഖലയിലേക്ക് സ്വിച്ച് ചെയ്യാനോ ഒക്കെ തീരുമാനിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. ചിലപ്പോൾ അതിനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതോ ആകാം. വളരെ പോസിറ്റീവായിട്ടുള്ള ആണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേണിയുടെ സ്റ്റാർട്ടും ആവാം. 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് ഇന്നത്തെ ജേണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാവൽ പാർട്ട്ണറെ കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരു പ്രണയിനിയെ കിട്ടുന്ന അങ്ങനെ ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഉള്ള പ്ലാനിങ് ഉണ്ടാവാം. എന്തായാലും ഈ യാത്ര ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇന്ന് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവുന്നതായി കാണുന്നുണ്ട്. പുറമെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ വളരെ പീസ്ഫുൾ ആയിരിക്കും. പുറമേ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഏത് ബഹളത്തിൻ്റെയും ഇതിൻ്റെയും പ്രശ്നങ്ങളുടെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഈ ബഹളങ്ങളൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല. വളരെ കാമായിട്ടിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന്. അടുത്തത് വേൾഡ് കാർഡാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തെത്തി എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിന് തൊട്ടരികിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഇന്നുണ്ടാവുന്നതാണ്. ചില ആളുകൾക്ക് ദീർഘകാലമായിട്ട് ഉള്ള ഒരു നിക്ഷേപങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾ യാത്ര പോകുന്ന ആളുകളും വളരെയധികം അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെയും ആ ഒരു കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞാൻ ഈ പറയുന്ന മെസ്സേജസ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ മെസ്സേജിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.